ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. രാവിലെ തന്നെ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലി ഇന്ന് മുതൽ രാമായണ വായന തുടങ്ങുന്ന ദിവസമാണ്. രാമായണം കർക്കിടക മാസം 1-ാം തീയതി വായിച്ചു തുടങ്ങി. കർക്കിടക മാസം 30-ാം തീയതിയാണ് വായന നിർത്തുന്നത്. ശ്രീരാമ പട്ടാഭിഷേകം വായിച്ച് നിർത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പതിവ്. രാമായണം അങ്ങനെ ഈ മാസം മാത്രമേ വായിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും നമുക്ക് വായിക്കാം. എപ്പോൾ വേണമെങ്കിലും രാമായണം വായിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കർക്കിടക മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ വായിച്ച് നിർത്തുന്ന ഒരു പതിവ് കണ്ടുവരുന്നുണ്ട്. അതും കുഴപ്പമില്ല. നമുക്ക് കർക്കിടക മാസം വളരെ പുണ്യമാസമാണ്. അതുകൊണ്ട് അത് വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ സൗകര്യം കിട്ടുന്ന ആൾക്കാരെല്ലാം വായിക്കുക. ഇന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ കുറച്ച് നേരം കൂടി രാമായണം വായിക്കുകയാണ്. നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ച് വാമോസംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ച് ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യം തേ. രാമ രാമ ശ്രീരാമ രാമ രാമ സീതാപദേ ജയ ജയ ശ്രീരാമ രാമ രാമ സീതാപദേ ജയ ജയ. പിന്നീട് ഞാനും ചേട്ടനും കൂടെ ഒരു അമ്മൂമ്മ മരിച്ചതിൻ്റെ ആണ്ട് വായനയുണ്ട്, അതിന് പോവുകയാണ്. അത് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അമ്മൂമ്മയുടെ വീട്ടിലേക്ക്. അവിടെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. അമ്മൂമ്മ മരിച്ച ദിവസമായ ഇന്ന് എല്ലാവരും വരും. അങ്ങനെ അമ്മൂമ്മയെ അടക്കിയ സ്ഥലമാണിത്. ഇവിടെ വളരെ മനോഹരമാക്കി ഇട്ടിരിക്കുകയാണ് അമ്മൂമ്മയെ അടക്കിയ സ്ഥലം. അങ്ങനെ വരുന്നവരെല്ലാവരും അമ്മൂമ്മയ്ക്ക് അവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം ആണ് എല്ലാവരും അവിടെ ഇരിക്കുന്നത്. പിന്നീട് ഭാഗവത പാരായണമൊക്കെ ഉണ്ട്. അത് ഈ അമ്മൂമ്മയെ അടക്കിയ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഭാഗവത പാരായണം നടക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്ന് കുറച്ച് നേരം അവർ ഭാഗവതമൊക്കെ വായിക്കുന്നത് കേട്ടുകൊണ്ട് നിന്നു. വളരെ മനോഹരമായ രീതിയിലാണ് അമ്മൂമ്മയെ അടക്കിയ സ്ഥലമൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ തറവാട് വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയായിട്ട് അമ്മൂമ്മയുടെ അടക്കിയ സ്ഥലവും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചൊക്കെയാണ് വളരെ സുന്ദരമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അമ്മൂമ്മ അവിടെ ഭാഗവത പാരായണം നടക്കുന്നത് കുറച്ച് നേരം കേട്ടുകൊണ്ട് നിന്നു. പിന്നീട് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് അവിടെ ഈ അമ്മൂമ്മ മരിച്ച ദിവസം വരുന്ന കർക്കിടകം 1-ാം തീയതി. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടി കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് കാണുന്നത്. എല്ലാ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടി വരുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഒത്തുചേരുന്ന അവസരങ്ങളൊക്കെ ഇപ്പം വളരെ കുറവാണല്ലോ. പണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലപ്പോഴുമെങ്കിലും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഫോണിൽ കൂടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കും. അതുപോലെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഇപ്പോൾ വളരെ കുറവാണ്. ഇതുപോലെ കല്യാണമോ അതേപോലെ എന്തെങ്കിലും മരണമോ ഒക്കെ വരുമ്പോഴാണ് എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് കാണാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നല്ല വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ സദ്യയൊക്കെ കഴിക്കുന്നതാണ് കാണുന്നത്. ഇപ്രാവശ്യം എല്ലാവർക്കും ഒന്നും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. കുറച്ച് ആൾക്കാർക്ക് വരാനുള്ള ഓരോരോ തിരക്കുകൾ ആയിട്ട്, കുട്ടികൾക്ക് പഠിത്തമുള്ള ദിവസമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പേർക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും വന്നു ചേർന്ന എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുത്തു. ഇത് അവിടെ ഒരു കുഞ്ഞു മോളുണ്ട്, അവൾ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ്. അങ്ങനെ അതിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മാമൻ്റെ മകളും ഹസ്ബൻഡും മകൻ്റെ കല്യാണം പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ
കല്യാണമൊക്കെ പറഞ്ഞിട്ട് പോയി. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.